അസ്സലാമു അലൈക്കും. ഉസ്താദ് എത്രയോ പ്രധാനമന്ത്രിമാരെ കണ്ടിരിക്കുന്നു. അതിനേക്കാൾ 100 ഇരട്ടി അല്ലെങ്കിൽ 1000 ഇരട്ടി തവണ എത്രയോ പത്രക്കാരെ കണ്ടിരിക്കുന്നു. അവരോടൊക്കെ എന്തു പറയണമെന്നും അവരുടെ ചോദ്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്നും വളരെ കൃത്യമായിട്ട് അറിയുന്ന ആളാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. ഉസ്താദിൻ്റെ സംസാരം സമൂഹത്തിനോ സമുദായത്തിനോ പരിക്കേൽക്കാതെയുള്ള, എല്ലാവർക്കും നല്ലത് വരണമെന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള സംസാരം മാത്രമായിരിക്കും. അതല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ പോലെയോ അല്ലെങ്കിൽ ഒരു യൂട്യൂബറെ പോലെയോ പ്രതികരിക്കുന്ന ആളല്ല കാന്തപുരം ഉസ്താദ്. പ്രത്യേകിച്ച് പത്രക്കാരുടെ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ ലക്ഷ്യമെന്താണെന്നും അതിൻ്റെ പിന്നിലുള്ള അജണ്ട എന്താണെന്നും ഒക്കെ മനസ്സിലാക്കി പ്രതികരിക്കാനുള്ള കഴിവ് ഉസ്താദിനുണ്ട് എന്നത് ഇക്കാലമത്രയുമുള്ള അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ പുതിയ ഒരു വിവാദം, കഴിഞ്ഞ ദിവസം കാന്തപുരം ഉസ്താദ് നമ്മുടെ പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം തിരിച്ചിറങ്ങുമ്പോൾ CNN ന്യൂസ് 18 എന്ന ഒരു ചാനൽ ഉസ്താദിനെ വിളിച്ച് ഉസ്താദുമായി നടത്തിയ ഒരു സംസാരം. ആ സംസാരത്തിനിടയിൽ ഉസ്താദ് പറഞ്ഞ ചില ഭാഗങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ ഭാഗങ്ങൾ, അതാണിപ്പോൾ കുറേ ആളുകൾ വലിയ വിവാദമാക്കി കൊണ്ടു നടക്കുന്നതും ഉസ്താദിനെ ഒരു ഒറ്റുകാരനായി ചിത്രീകരിക്കുന്നതും. നിങ്ങൾക്കെന്തറിയാം കൂട്ടരെ? വടക്കേ ഇന്ത്യയിലുള്ള ഒരു ചാനൽ ഉസ്താദുമായി നടത്തുന്ന സംസാരത്തിൽ ഉസ്താദ് മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും ഇവിടെ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ അവരത് ഏതർത്ഥത്തിലായിരിക്കും പ്രചരിപ്പിക്കുക എന്ന് ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലേ? ഉസ്താദ് അതേസമയം പറയേണ്ടവരോട് പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഉസ്താദ് SIRൻ്റെ വിഷയവും അതുപോലെ വഖഫിൻ്റെ വിഷയവും മറ്റു പല പ്രശ്നങ്ങളും പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് ഫേസ്ബുക്കിൽ എഴുതുന്നത് നമുക്ക് കാണാം. ജനസംഖ്യാനുപാതികവും പ്രാദേശിക സന്തുലിതവുമായ വിഭവങ്ങൾ ലഭ്യമാക്കേണ്ടതിൻ്റെ പ്രാധാന്യം, വഖഫ്, SIR ആശങ്കകൾ, പുരാതന മസ്ജിദുകളും ഇസ്ലാമിക പൈതൃക സ്മാരകങ്ങളും സംരക്ഷിക്കൽ, മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികളുടെ പുനഃസ്ഥാപനം, ബറേൽവി സംഭവത്തിൽ ഉൾപ്പെടെ നിരപരാധികൾക്ക് ലഭ്യമാവേണ്ട നീതി, മുബാറക്പൂർ ജാമിയ അഷ്റഫിയ മുതൽ ഉത്തരേന്ത്യയിലെ ഇസ്ലാമിക് സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുക, സൗത്ത് ഇന്ത്യയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിൻ സർവീസ്, അലിഗഡ് സർവകലാശാല മലപ്പുറം സെൻറ്റർ വികസനം, രാജ്യത്തെ ന്യൂനപക്ഷ ജനവിഭാഗവുമായി കേന്ദ്ര സർക്കാർ അടുത്തിടപെടേണ്ടതിൻ്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങൾ സംസാര വിഷയമായി. അപ്പോൾ പറയേണ്ടതൊക്കെ പ്രധാനമന്ത്രിയോട് ഉസ്താദ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാം മാധ്യമങ്ങളോട് പറയാനുള്ളതല്ല. മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പ് നമുക്കൊക്കെ അറിയാവുന്നതാണ്. പറയുന്നതിൽ നിന്ന് സാന്ദർഭികമായി അടർത്തിയെടുത്ത് പലതും പ്രചരിപ്പിക്കുകയും വിവാദമാക്കുകയും ചെയ്യുന്നത് മാധ്യമങ്ങളാണ് എന്നതും നമുക്കറിയുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അങ്ങ് ഉത്തരേന്ത്യയിലുള്ള ഒരു ചാനലുകാരൻ വിളിച്ച് ഉസ്താദിനോട്, ഉസ്താദ് ലോകം മുഴുവനും സഞ്ചരിക്കുകയും അവിടെയൊക്കെ പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളാണല്ലോ, ആ ആൾക്ക് ഇവിടെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ സേഫല്ല എന്ന ഒരഭിപ്രായമുണ്ടോ? അങ്ങനെ പല ആളുകളും പറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഉസ്താദിനുണ്ട്. ഉസ്താദ് പ്രതികരിക്കുന്നത് നമ്മളൊക്കെ പറയുന്നത് പോലെ വൈകാരികമായിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ ചില ആളുകൾ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണമാണെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുക? അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകാനാണോ കാരണമാവുക, അതല്ല പരിഹരിക്കപ്പെടാനാണോ കാരണമാവുക എന്നൊക്കെ ഉസ്താദിന് നന്നായിട്ടറിയുന്നത് കൊണ്ട് തന്നെ ആ ചോദ്യങ്ങളോട് ഉസ്താദ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. भारत में मुसलमान को कोई रुकावट नहीं है, तकलीफ नहीं है, रुकावट नहीं, तकलीफ नहीं, मशक्कत नहीं। मदारिस चलता है, अरबी कॉलेज चलता है और मसाजिद चलता है, दरगाह चलता है,
सब चलता है, इसमें कोई रुकावट भी नहीं, कोई मुश्किलात भी नहीं। मेरे इल्म में वही है। എന്താ ഉസ്താദ് പറഞ്ഞത്? ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് പള്ളി ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്, മദ്രസകൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്, മറ്റ് ഇസ്ലാമിക സ്ഥാപനങ്ങളൊക്കെ നടത്താൻ കഴിയുന്നുണ്ട് എന്ന രീതിയിൽ ആ മാധ്യമപ്രവർത്തകനോട് പറയേണ്ടതുപോലെ ഉസ്താദ് കൃത്യമായി പറഞ്ഞു. അയാളുടെ ചോദ്യം തന്നെ അതാണ്. ലോകരാജ്യങ്ങളൊക്കെ സഞ്ചരിച്ച ആളാകുമ്പോൾ അവിടത്തെ അപേക്ഷിച്ച് ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ സേഫാണോ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉസ്താദ് ലോകം കണ്ടിട്ടുള്ള ആളാണല്ലോ. അതുകൊണ്ട് തന്നെ ഉസ്താദ് പറഞ്ഞു, ഇവിടെ നമുക്ക് മദ്രസയുണ്ടാക്കാം, പള്ളിയുണ്ടാക്കാം, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു വെച്ചു. എന്നാൽ പ്രശ്നങ്ങളില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ SIR-ൻ്റെ വിഷയം, വഖഫിൻ്റെ വിഷയം, അതേപോലെ തന്നെയുള്ള മറ്റു പല കാര്യങ്ങളും ഉസ്താദ് ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ഉസ്താദ് പ്രധാനമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉസ്താദ് തന്നെ പരസ്യമായി എഴുതുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉസ്താദിൻ്റെ നിലപാടുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ എന്തെങ്കിലുമൊക്കെ ഒരു എല്ലിൻ കഷ്ണം വീണ് കിട്ടുമ്പോൾ അതിനകത്ത് പിടിച്ച് കടിപിടി കൂടുന്ന ഒരു വിഭാഗം ആളുകൾ ഉസ്താദിനെ എതിർക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് കാത്തിരിക്കുക, വീണ് കിട്ടുമ്പോൾ അതെടുത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കുക, വിദ്വേഷം പറയുക, അതൊക്കെ സ്വാഭാവികമായി കൊല്ലങ്ങളായി കാലങ്ങളായി നടന്നു വരുന്നതാണ്. അതിന് നടക്കുക തന്നെ ചെയ്യും. അതല്ലാതെ ഉസ്താദ് പറഞ്ഞതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും അതിൻ്റെ ലക്ഷ്യവും അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശവും അതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്നില്ല. ഇനി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അതൊന്നും ഉൾക്കൊള്ളണമെന്നുമില്ല. നിങ്ങളിങ്ങനെ വെറുപ്പും വിദ്വേഷവും ശത്രുതയും പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഉസ്താദ് എത്രയോ പ്രധാനമന്ത്രിമാരെ കണ്ടിരിക്കുന്നു, ഉസ്താദ് എത്രയോ പത്രക്കാരെ കണ്ടിരിക്കുന്നു. അവരോട് പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്, നേടിയെടുക്കേണ്ടത് നേടിയെടുത്തിട്ടുണ്ട്, പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് ഉസ്താദിന് അറിയുകയും ചെയ്യാം. ആ നിലപാട് ഈ സമുദായത്തിനും സമൂഹത്തിനും പരുക്കേൽക്കാതെ മുമ്പോട്ട് പോകാനുള്ള നിലപാട് തന്നെയായിരിക്കുമെന്നത് വ്യക്തവുമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.